ഹായ്, റസ്ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം റസ്ഫി. ഇന്ന് ഞാൻ കറ്റാർവാഴ ജെല്ല് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതും അതുപയോഗിച്ച് നമുക്ക് എങ്ങനെ നിറം വെപ്പിക്കാം എന്നുള്ളതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രധാനമാണ് നമ്മുടെ മുഖസൗന്ദര്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പല വഴികളും തിരഞ്ഞെടുക്കാറുണ്ട്. അതിനുവേണ്ടി പലപ്പോഴും നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീമുകളാകും യൂസ് ചെയ്യാറുണ്ടാവുക. എന്നാൽ സൗന്ദര്യ സംരക്ഷണത്തിന് പ്രകൃതി നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് നമ്മുടെ കറ്റാർവാഴ. നിരവധി ഔഷധ ഘടകങ്ങളാൽ സമ്പന്നമാണ് കറ്റാർവാഴ. ഇന്ന് മിക്ക സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും കറ്റാർവാഴ ഉപയോഗിച്ച് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്താൻ സാധിക്കുന്ന കറ്റാർവാഴ മറ്റ് രാസവസ്തുക്കളൊക്കെ ചേർത്ത് വരുന്ന ക്രീമിനേക്കാൾ വേഗത്തിൽ തന്നെ നമ്മുടെ ചർമ്മത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതുമാണ്. ഇനി കറ്റാർവാഴ ജെല്ല് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതാണ് എൻ്റെ വീട്ടിലെ കറ്റാർവാഴയുടെ ചെടി. ഇതിന്ന് എങ്ങനെയാണ് ഇനി കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ ഇത് ചട്ടിയിലാണ് കേട്ടോ വളർത്തിയെടുത്തിട്ടുള്ളത്. ഞാൻ താഴ്ഭാഗത്തുള്ള ഒരു ലീഫാണ് ഇതിമെന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അത് കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. എല്ലാ കൈ കൊണ്ട് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിച്ചെടുത്താലും മതി. കത്തിയൊക്കെ അങ്ങ് വെച്ചുകൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടായി പോരും. കണ്ടില്ലേ, അത് എത്ര പെട്ടെന്നാണ് കട്ടായി പോകുന്നത്. ഇനി ഇതിൽ കണ്ടില്ലേ, ഒരു യെല്ലോ കളറിലുള്ള ഒരു കറ വരുന്നുണ്ട്. ഈ കറ ഭയങ്കര പോയിസൺ ആയിട്ടാണ് വരുന്നത്. അത് നമ്മുടെ മേലിലൊക്കെ തട്ടിയാൽ നമുക്ക് ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ യെല്ലോ കളറിലുള്ള കറ അങ്ങ് കളഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ കറ കളഞ്ഞെടുക്കുന്നത് നോക്കാം. ഇനി ഇതൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ കറ കളയണം. ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ കണ്ടില്ലേ, ഒരു യെല്ലോ കളർ വന്ന് വീണ് കണ്ടില്ലേ. ഇനി ഞാൻ അതൊരു അരമണിക്കൂർ ആ കറ പോകാൻ വേണ്ടിയിട്ട് ആ ടിഷ്യൂ പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞിട്ട് വെക്കുന്നുണ്ട്. അതിന് ഒരു അരമണിക്കൂർ അതിലിരിക്കട്ടെ, ആ കറ മൊത്തമായിട്ട് പോകുന്നത് വരെ. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ അതൊന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ആ ടിഷ്യൂ പേപ്പറിൽ ഒരു യെല്ലോ കളർ വന്ന് കിടക്കുന്നുണ്ടല്ലേ, അത് ആ ഒരു കറയാണ്. അതങ്ങ് ക്ലീൻ ആയിട്ട് പോന്നു, അത് മൊത്തമായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതാ നമ്മുടെ അലോവേരയുടെ ആ ഒരു ലീഫ് കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് ആ യെല്ലോ കളറൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഈ ജെല്ല് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ആദ്യം ഒന്ന് 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. 3-4 പീസ് കിട്ടും. അത് നമ്മൾ എടുക്കാനുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ സൈഡിൽ ഇതേപോലെ അങ്ങ് ചെത്തി കൊടുക്കുക. 2 സൈഡിലും ആ ഒരു മുള്ളുള്ള ഭാഗം ഉണ്ടല്ലോ, അത് 2 സൈഡും കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കത്തി കൊണ്ട് നന്നായിട്ട് മുകളിൽ തന്നെ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് ആ ഒരു പീസിൽ ഒന്നുമില്ല. നമുക്ക് ഇനി ഇതിനുള്ളിൽ നിന്ന് ജെല്ല് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതങ്ങ് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ആ ഒരു ജെല്ല് കിട്ടും. കണ്ടില്ല എന്തൊരു വൃത്തിയായിട്ട് ഇപ്പോൾ ആ ഒരു ജെല്ല് അതൊന്ന് പോകുന്നത്. ഇപ്പം ആ ഒരു പീസിലുണ്ടായിരുന്ന ജെല്ല് മൊത്തമായിട്ട് അങ്ങ് ആ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞ്. ഇതേപോലെ ബാക്കിയുള്ളതും എല്ലാം ചെയ്തെടുക്കാം. ഇപ്പം ജെല്ല് മൊത്തം ഞാൻ ഇതേപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതേപോലെ അങ്ങ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു ലൂസായിട്ടുള്ള ഒരു ജെല്ലാണ് കേട്ടോ കിട്ടുന്നുണ്ടാവുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജെല്ലൊക്കെ അത്യാവശ്യം നല്ല തിക്കിലായിട്ടുണ്ടാവും കിട്ടുന്നുണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ അവരതിൽ ജലാറ്റിന്, അഗാർ അങ്ങനത്തെ പല ഇത് യൂസ് ചെയ്തിട്ട് അത് തിക്കാക്കി എടുക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുത്താൽ മതി. അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കറ്റാർവാഴ ജെല്ല് മാത്രം ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു 4 ദിവസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിലേക്ക് വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ജെല്ലിനും തന്നെ 2 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കാനും നല്ലതാണ്. ഇതുപോലൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി ആ ഒരു വൈറ്റമിൻ ഇ ഗുളിക ഇതിന്ന് അടർത്തിയിട്ട് എടുക്കുകയാണ്. 1-2 ഗുളിക നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഓയിലാണ് എടുക്കുന്നത്. ഇതുപോലെ ഒരു പിന്നോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിലുള്ള ഓയിൽ നമ്മൾ ജെല്ലിലോട്ട് അങ്ങ് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. മുഖത്തെ ചുളിവുകൾ നീക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് കറ്റാർവാഴയുടെ ജെല്ല്. ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിന് ഇറുകം നൽകുന്ന കൊളജൻ ഉൽപ്പാദനത്തിന് സഹായിച്ച് മുഖത്തിന്റെ ചുളിവുകൾ വീഴുന്നത് തടയുകയും മുഖചർമ്മത്തിന് ഇറുകം നൽകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറ്റാൻ ഏറെ സഹായിക്കുന്നുണ്ട്. ഇത് കണ്ണിൻ്റെ അടിയിൽ പുരട്ടി പതുക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ ക്രീമുകൾ കൺതടത്തിൽ പുരട്ടരുത് എന്നാണല്ലോ പറയാറ്. എന്നാൽ കറ്റാർവാഴയ്ക്ക് ഈ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ധാരാളം പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിൽ ആഴത്തിൽ ഇറങ്ങി ചർമ്മത്തിന് മൃദുത്വവും അതുപോലെ തന്നെ തിളക്കമൊക്കെ നൽകാൻ ഏറെ സഹായിക്കുന്നുണ്ട് കറ്റാർവാഴയുടെ ജെല്ല്. അതുപോലെ തന്നെ വരണ്ട ചർമ്മമൊക്കെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ ഒരു വരൾച്ചയൊക്കെ പോയി കിട്ടാനും ഏറ്റവും നല്ലതാണ് കറ്റാർവാഴയുടെ ജെല്ല്. അതുപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാൻ കറ്റാർവാഴയുടെ ജെല്ല് വളരെ ഉത്തമമാണ്. മുഖത്തെ ഇരുണ്ട കുത്തുകൾ, മുഖക്കുരുയുടെ പാടുകൾ ഇതൊക്കെ കളയാൻ നല്ലതാണ് കറ്റാർവാഴയുടെ ജെല്ല്. അതുപോലെ തന്നെ ഇത് നമ്മൾ അടുപ്പിച്ച് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കയ്യിലൊന്ന് പുരട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടി നോക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. നമുക്ക് വല്ല ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചൊറിച്ചിലൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവരുടെ സ്കിൻ അത് മേച്ചാവുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ്. അല്ലാതെ അവർ അതിനുശേഷം മാത്രം ഫേസിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് മാത്രം ഫേസിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് മുഖത്തൊക്കെ ഒന്ന് പുരട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷം കഴുത്തിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് കിടക്കുക. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതൊരു ആൻറ്റി ഏജൻറ്റ് കൂടെ ആയതുകൊണ്ട് തന്നെ പ്രായക്കുറവൊക്കെ തോന്നിപ്പിക്കാൻ നല്ലൊരു വഴിയും കൂടെയാണിത്. അതുപോലെ തന്നെ മുഖത്തൊക്കെ വരുന്ന കരുവാളിപ്പുണ്ടല്ലോ, വെയിലൊക്കെ തട്ടിയിട്ടുള്ള, അതൊക്കെ പോവാൻ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ജെല്ല് ഉപയോഗിക്കുന്നത്. നമ്മളൊരു 3 വീക്കെങ്കിലും ഇത് യൂസ് ചെയ്യണം കേട്ടോ. എന്നാലേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വീട്ടിൽ എങ്ങനെ അലോവേര ജെല്ല് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്നുള്ള എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യട്ടോ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബായ്. അസ്സലാമു അലൈക്കും.